കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ആസിമിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് മൃതദേഹം പുറത്തെടുത്തു. കോനാട് ഖബറിസ്ഥാനിൽ നിന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. കുടുംബം ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, എന്താണ് വിശദാംശങ്ങൾ? അനുജ, കോനാട് തോപ്പയിൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലാണ് ആസിമിന്റെ മൃതദേഹം സംസ്കരിച്ചത്. അവിടെയാണ് ഇപ്പോൾ അതിന്റെ തുടർ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നത്. കുടുംബം മരണത്തിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. അതിന്റെ തുടർന്നാണ് ഇപ്പോൾ ഖബറിസ്ഥാനിലേക്ക് പോലീസ് എത്തുകയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്ത് അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മാസം 6-ാം തീയതിയാണ് ആസിമിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. അദ്ദേഹം സുഹൃത്തുക്കൾക്കൊപ്പം പോയതായിരുന്നു, ബന്ധുക്കൾക്കൊപ്പം പുറത്തു പോയതായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ ബന്ധുക്കൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയത്. ആ വേളയിൽ അദ്ദേഹം വളരെ അവശനായിരുന്നു. 6-ാം തീയതി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 7-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. 40-കാരനായ ആസിമിന്റെ മരണത്തിൽ ബന്ധുക്കൾ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും പൂർത്തീകരിച്ചില്ല. അദ്ദേഹത്തിന്റെ സംസ്കരിച്ചു. മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗത്തും മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ CT സ്കാൻ നടത്തിയപ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അതാണ് മരണകാരണം എന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ ഈ സംശയം പോലീസിലും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരെയും അറിയിച്ചു. പിന്നീടാണ് RDOക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. ഇന്നലെ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചു. അതേ തുടർന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള അതിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റും. അവിടെ വെച്ചുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. ഈ മരണത്തിലെ ദുരൂഹത നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ വലിയ രീതിയിലുള്ള മുറിവേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. വെള്ളയിൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുക്കുകയും അതിന്റെ തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അനുജ, ശരി. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.